ഐക്യവുമായി മുന്നോട്ട് പോകുന്നില്ല, തീരുമാനവുമായി മുന്നോട്ട് പോകുന്നില്ല. പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ ആ യോജിപ്പിൻ്റെ പിന്നിൽ അത് ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. തുഷാറെന്നല്ല, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായൊരു വിവരം കിട്ടിയിട്ടില്ല. കാരണം അവരോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇനിയും പോകും. കാരണം NSSും SNDPയും തമ്മിലുള്ള ഐക്യമല്ലല്ലോ, നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഒരു ഐക്യമാണ് ഞങ്ങളുടെ അജണ്ട. അവർ പിന്മാറിയോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. ഇങ്ങനെ വാർത്തകൾ കേട്ടു, ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് സത്യങ്ങൾ അവരറിയിക്കട്ടെ. അതിന് നമുക്കൊരു യാതൊരു പ്രയാസമില്ല. ഞങ്ങളാരും NSSൻ്റെയോ SNDPയുടെയോ ക്രൈസ്തവ സംഘടനകളുടെയോ മുസ്ലിം സംഘടനകളുടെയോ ഒന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. അവരവരുടെ NSSൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം കൂടി എടുത്ത തീരുമാനത്തിന് ഞങ്ങൾക്ക് എന്താ കാര്യം? നമ്മളാരും വിമർശനത്തിന് അതീതരല്ല, ഒരു അസഹിഷ്ണുതയും കാട്ടാൻ പാടില്ല. ആരെങ്കിലും വിമർശിച്ച് നമ്മൾ അസഹിഷ്ണുത കാട്ടിയാൽ നമ്മളാണ് ചെറുതായി പോകുന്നത്. ഞാൻ അവരെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു മോശം വാക്കും ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയില്ല. ഒറ്റ കാര്യത്തിലെ വിരോധമുള്ളൂ, വർഗീയത പറയരുത്. വർഗീയത പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല, പറയും. നമസ്കാരം. 4ാം തവണയും SNDP NSS ഐക്യശ്രമം പൊളിഞ്ഞു. ഇത്തവണ വളരെ നേരത്തെ വിടരും മുൻപേ കൊഴിഞ്ഞു. തുഷാറിനെ മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ സുകുമാരൻ നായർ 9ാം നാൾ തുഷാർ ഒരു രാഷ്ട്രീയക്കാരനെന്ന് തിരിച്ചറിഞ്ഞു. ഐക്യ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാണ് പിന്മാറ്റം. പത്മഭൂഷന്റെ ആഘോഷത്തിലായിരുന്ന കണിച്ചുകുളങ്ങരയിൽ പെരുന്നയിൽ നിന്ന് വന്ന ഷോക്ക് ഏൽപ്പിച്ച ആഘാതം വലുതാണ്. മറുപടി പിന്നീടെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഒരു പതിറ്റാണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഒരു മറുപടി പത്മഭൂഷൺ വെള്ളാപ്പള്ളി ഇനി പറയുമോ? എന്താണ് ഈ 8 ദിവസത്തിനിടെ നടന്നത്? ഐക്യം ഇപ്പോൾ CPMനും ഭാവിയിൽ BJPക്കും ഗുണം ചെയ്യുമെന്നത് വ്യക്തമായിരുന്നു. പത്മഭൂഷൺ പ്രഖ്യാപനം വന്നതോടെയാണ് ഐക്യം പൊളിഞ്ഞിരിക്കുന്നത്. മന്നത്തിന് കിട്ടിയ പത്മഭൂഷൺ വെള്ളാപ്പള്ളിക്ക് കിട്ടിയതിലെ അസൂയയാണോ സുകുമാരൻ നായരെ മാറ്റി ചിന്തിപ്പിച്ചത്? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ M ജയചന്ദ്രൻ CPM സഹയാത്രികൻ, ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസ് പ്രതിനിധി, ശ്രീ PR ശിവശങ്കർ BJP പ്രതിനിധി, ശ്രീ ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ SNDP യോഗം വിമോചന സമിതി പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ. വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഇത്തവണയും ഐക്യ നീക്കം പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷേ 9ാം നാൾ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ എന്ന സംശയമാണ് പിന്മാറുന്നതിന് കാരണമെന്ന് NSS ചൂണ്ടിക്കാട്ടുന്നു. പ്രതീക്ഷിച്ചിരുന്നതാണോ? എന്ത് സംഭവിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്? ഇതിപ്പം 4ാം തവണയാണ്. പണ്ട് ശങ്കർ സാറും മന്നത്ത് പത്മനാഭനും കൂടെ നായരുടെ ഐക്യത്തിൽ ശ്രമിച്ചു. അതിനുശേഷം നാരായണ പണിക്കരേട്ടനും വെള്ളാപ്പള്ളിയുടെയും കൂടെ ശ്രമിച്ചു. അന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വെള്ളാപ്പള്ളിയുടെയുടെ കൂടെ സജീവമായി നിന്ന ആളുകളാണ്. ഞാൻ 2 കിലോമീറ്റർ വെള്ളാപ്പള്ളിയുടെയും പറഞ്ഞത് ചേട്ടൻ രാമനും ഞാൻ ലക്ഷ്മണനുമാണ്. രാമലക്ഷ്മണന്മാർ കളിച്ചപ്പോൾ ജീപ്പെ പിടിച്ചുകൊണ്ട് 2 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, നടന്ന്. അത്രയും ബുദ്ധിമുട്ടുണ്ട് നമ്മൾ. അതിനുശേഷം വീണ്ടും നായർ ഐക്യം വന്നു, അത് വീണ്ടും തകർന്നു. ഇത് കണ്ടപ്പോൾ തന്നെ അറിയത് ലോക തട്ടിപ്പാണ്. വെള്ളാപ്പള്ളിയുടെയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നിലപാട് യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ട്. മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പൽപ്പും, TK മാധവനും, സഹോദരൻ അയ്യപ്പനും, R ശങ്കറും, പ്രൊഫസർ PS വേലായുധനും, ഡോക്ടർ രാഹുലിനും ഒക്കെ നയിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ഇന്ന് പറയുന്നത് നാളെ പറയില്ല. ഇദ്ദേഹം ഈ നായർ ഐക്യം എന്ന് പറഞ്ഞ് ഈ പുതുതായി രംഗത്ത് വന്നപ്പോൾ നായന്മാരിൽ ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും അതിന് ബോർഡിലും ഡയറക്ടർ ബോർഡിലും ഉണ്ടെന്നുള്ള തെളിവാണ് ഈ ഐക്യം പൊളിഞ്ഞു പോയത്. പുരുഷ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയൊക്കെ ഒരു ആക്സിഡന്റിൽ വേണക്കെട്ടാവുന്ന ആളുകൾ. പക്ഷെ അതിനകത്ത് നായർ സർവീസ് സൊസൈറ്റിയിൽ ബുദ്ധിയും വിവരമുള്ള ബോർഡ് മെമ്പറും വരണം. എന്നാൽ വെള്ളാപ്പള്ളിയുടെ കൂടെ SNDP യോഗത്തിന്റെ കൗൺസിൽ ബുദ്ധിയും വിവരമുള്ള ബോർഡ് മെമ്പർ ഉള്ളത് കൊണ്ടാണോ താൻ തന്നെയാണ് ഈ പ്രമേയം പാസ്സാക്കിയത്? തനിക്കിത് മനസ്സിലായപ്പോൾ
ആ രീതിയിൽ പ്രവർത്തിച്ചു എന്നതാണ് സുകുമാരൻ നായർ പറയുന്നത്. അല്ലാണ്ട് ആരെങ്കിലും യോഗം ചേർന്ന് തിരുത്തിയതൊന്നുമല്ല, താൻ തന്നെയാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നതെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വൈകി ഉദിച്ച വിവേകമാണോ ഇത്? എന്തുകൊണ്ട് ഇത് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. തുഷാറിനെ മകനെ പോലെ സ്വീകരിക്കും എന്നതായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത്. അന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന വ്യക്തിയല്ലേ എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോകും എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സുകുമാരൻ നായർക്ക് വൈകി ഉദിച്ച വിവേകമാണോ, അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം പെട്ടുപോയതാണോ? അല്ല, അദ്ദേഹം തുഷാർ വന്നാൽ എന്റെ മകനെ പോലെയാണ് സ്വീകരിക്കും എന്ന് ശക്തമായി ഐക്യത്തെ പിന്തുണച്ചയാളാണ് സുകുമാരൻ നായർ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ പോലുള്ള ആളുകൾ, ഞാൻ ഇന്ന് 25-26 കൊല്ലം വെള്ളാപ്പള്ളി നടേശനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാണ്. SNDP യോഗത്തിന്റെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ആയിരുന്നു. എല്ലാ ചർച്ചകളിലും ചാനൽ ചർച്ചകളിലും വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചിരുന്ന ഒരാളാണ്. 2020 ജൂൺ മാസം 5-ാം തീയതി രാജിവെച്ച് ഞാൻ പുറത്തു പോകുന്നയാളാണ്. കാരണം വെള്ളാപ്പള്ളിയുടെ ഇപ്പോൾ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ SNDP യോഗത്തിന്റെ പ്രസിഡന്റായിരുന്നു. വളരെ ഇന്റലക്ച്വലായി ബുദ്ധിപരം, അതായത് SNDP യോഗത്തെ നയിച്ചവരെല്ലാം ബുദ്ധിയും ചിന്താശേഷിയും പണ്ഡിതന്മാരുമായിരുന്നു. ആശാൻ മുതൽ അഡ്വക്കേറ്റ് ഗോപിനാഥൻ വരെ. പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ ഞാൻ കണ്ടൊരു നെഗറ്റീവ്, ഈ പുള്ളി അസാധ്യ ബിസിനസ്സുകാരനാണ്, അസാധ്യ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്, പുള്ളിക്ക് 10ാം ക്ലാസ്സിന്റെ യോഗ്യതയുള്ളൂ. 10ാം ക്ലാസ് ഒരു മോശം ഡിഗ്രിയാണെന്ന് ഞാൻ പറയത്തില്ല. അതിന്റെ പരാജയമാണ്. മകനും അത് തന്നെ. ഞാൻ ചോദിക്കട്ടെ, സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ഈ 3 പേരൊന്നും ശ്രദ്ധിച്ചു നോക്കി. ഇവരെല്ലാം ഇവരുടെ കുടുംബത്തിന് വേണ്ടിയാണ്. പിണറായി വിജയൻ കേരളത്തിൽ ചികിത്സിക്കാൻ സൗകര്യമില്ല, അദ്ദേഹത്തിന് വലിയ ഇതൊക്കെ ആണെങ്കിൽ അദ്ദേഹം ചികിത്സിക്കാൻ പോകുന്ന അമേരിക്ക പോകുമ്പോൾ ഭാര്യ, മകൾ, കൊച്ചുമകൻ എല്ലാവരുമായിട്ട് കുടുംബത്തോടെ പോകുന്നു. വെള്ളാപ്പള്ളി നടേശൻ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? ഭാര്യ, മകൻ, മരുമകള്, കൊച്ചുമകൾ, ഇതെല്ലാം ഒന്നാണ്. സുകുമാരൻ നായരെ കുറിച്ച് നമ്മൾ പഠിക്കുക. അവരും അദ്ദേഹവും, ഞാൻ ആദരവോടുകൂടിയാ പറയുന്നുണ്ടല്ലോ, അവർ ഇൻസൾട്ട് ചെയ്ത് പറയുന്നതല്ല, അദ്ദേഹവും മകളുടെ ഭർത്താവിന് വേണ്ടിയും. ഓക്കെ, അതൊക്കെ എല്ലാവരും കാണുന്നതും കേൾക്കുന്നതുമാണല്ലോ. ഞാനിവിടെ ചോദിക്കുന്നത്, ഈ ഐക്യം എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നതാണ് ഇരു നേതാക്കളും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത് അനിവാര്യമാണ്, ഇനി അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഈ യോജിപ്പ് എന്നത് പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ട് മിനിറ്റുകൾക്കകം തന്നെ അവിടെ പെരുന്നയിൽ സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ട് എല്ലാം സമ്മതിച്ച് ഉറപ്പിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതാണ്. അവിടെ നിന്ന് ഈ 8ാം ദിവസം എന്ത് സംഭവിച്ചു എന്നാണ്, എന്ത് മാറ്റമുണ്ടായി കേരളത്തിൽ? അതല്ല ഞാൻ പറഞ്ഞത്, NSSന്റെ ബോർഡ് മെമ്പർമാരിൽ ബുദ്ധിയും വിവേകവും ചിന്താശേഷിയുള്ള ആണുങ്ങളുണ്ടെന്ന് അതിന്റെ അർത്ഥം. മറിച്ച് SNDP യോഗത്തിന്റെ കൗൺസിലിലോ ബോർഡിലോ യാതൊരു യോഗ്യതയില്ലാത്ത ആളുകളെയാണ് വെള്ളാപ്പള്ളി വെച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അവരനുസരിക്കുക റാൻമൂളികളാണ്. അപ്പൊ അവിടെ ബുദ്ധിയുള്ളവരുണ്ടെന്നുള്ളൊരു തെളിവാണ് ഇതിൽ നിന്ന് പിന്നോക്കം പോയെന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ PR ശിവശങ്കർ, നോക്കൂ, ഇത്തരമൊരു ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ BJP ആകും എന്നതാണ് വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതിലല്ല, ഭാവിയിൽ അത് ആത്യന്തികമായി ഗുണം ചെയ്യുക BJPക്ക് എന്നതായിരുന്നു കണക്കാക്കിയിരുന്നത്. പത്മഭൂഷൺ പ്രഖ്യാപിക്കപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് സുകുമാരൻ നായർ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നത്. എന്ത് സംഭവിച്ചിരിക്കാം? ഏത് മത ജാതി സംഘടനകളും ഐക്യപ്പെടുന്നതും ഒരുമിച്ച് നിൽക്കുന്നതും സമൂഹത്തിനും രാജ്യത്തിനും സംസ്ഥാനത്തിൻ്റെയും വികസനത്തിന് ഗുണകരമാണ് എന്ന വിശ്വാസവും പ്രതീക്ഷയുമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നായർ ഈഴവ ഐക്യം, അതുമാത്രമല്ല നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ള എല്ലാ സങ്കല്പങ്ങളും, അതുമാത്രമല്ല അത് ക്രിസ്തീയ സഭകളിലായാലും മുസ്ലിം സഭകളിലായാലും ഐക്യപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളും തമ്മിൽ ഐക്യപ്പെട്ട് ജീവിക്കണം എന്നാണ് പൊതുവെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾ പുറത്തു പറയുന്നതും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ഇത്തരം ഐക്യത്തെ ആരും ഒരു പ്രഥമ ദൃഷ്ട്യാ എതിർക്കുകയോ അതിനെ തകരേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയോ ചെയ്യില്ല. പക്ഷേ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം കാഠിന്യമുള്ളതാണ് ഇത്തരം ഐക്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ SNDP NSS ഒരു തർക്കത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കും വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ദീർഘമായ ലക്ഷ്യത്തെ മുന്നോട്ട് വെച്ച് തന്നെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന സൂചന കൂടിയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ഐക്യങ്ങളെ
ഭയക്കുന്നവരാണ് പൊതുവെ രാഷ്ട്രീയക്കാർ. അതുകൊണ്ട് തന്നെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിൻ്റെ പുറകിൽ നടന്നോ എന്ന് ഭയപ്പെടുന്നു. ഏതായാലും ഇരുവരും തുടക്കത്തിൽ കാണിച്ച ഒരു കെമിസ്ട്രി, അവർ തമ്മിലുള്ള ഒരു ഐക്യം, അതല്ല കുറച്ച് ദിവസങ്ങൾ തമ്മിൽ. താങ്കൾ ഒരു രാഷ്ട്രീയ നീക്കം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ സംശയിക്കുന്നു എന്നതാണ്. ഇവിടെ ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നു ഇതിന്റെ പിന്നിൽ, ഈ ഐക്യപ്പെടലിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കമുണ്ട് എന്ന് അദ്ദേഹം കുറ്റം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ചർച്ചയ്ക്ക് അയക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, അയാളല്ല ചർച്ചയ്ക്ക് വരേണ്ടത് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ വിമർശനം നീളുന്നത് BDJS നേരെയാണ്, NDAക്ക് നേരെയാണ്. അപ്പോൾ താങ്കൾ രാഷ്ട്രീയ ഇടപെടലെന്ന് താങ്കൾ സംശയിക്കുന്നത് ആരെയാണ്? അതിൽ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യത്യാസങ്ങൾ കാണാം. ഒന്ന്, തുഷാർ വെള്ളാപ്പള്ളി ഇതുവരെ ചർച്ചയ്ക്ക് പോയിട്ടില്ല. പക്ഷേ NSS കേന്ദ്രത്തിലേക്ക് പോയ നേതാക്കളുടെ പേരുകൾ താങ്കളൊന്ന് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഓർത്തു നോക്കൂ. അപ്പോൾ ഓൾറെഡി തുഷാർ വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ BDJSൻ്റെ നേതാവ് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം അലോരസങ്ങൾ, അല്ലെങ്കിൽ സ്വാഭാവികമായും NSSൻ്റെ ഡയറക്ടർ ബോർഡിലും കോൺഗ്രസിനോടും CPMനോടും BJPയോടൊക്കെ അനുഭാവമുള്ള, അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രതിപത്തിയുള്ള ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സീനിയർ കോൺഗ്രസ് നേതാവിന് അവിടെ പോകേണ്ടി വരുന്നതും ഇത്തരം ആലോചനകളെ തുടക്കത്തിലെ മുള്ളേണ്ടത് കോൺഗ്രസിന്റെ നേട്ടത്തിന് ഗുണകരമാണ്? കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നടത്തിയത്. അല്ല, അതും തീർച്ചയായിട്ടും താങ്കൾക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ സുകുമാരൻ നായരുടെ വാക്കുകളെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹം യോഗത്തിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള നടപടികൾ, അല്ല അദ്ദേഹം വെച്ച യോഗത്തിന് മുൻപിൽ വെച്ച അജണ്ട, അത് ഏതായാലും ശ്രീധരൻപിള്ള വരുന്നതിന് മുൻപാണ്. ഇത് ഏതാണ്ട് നിമിഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ പത്രപ്രസാരണം. അതുകൊണ്ട് ഞാൻ ആ വിശ്വാസത്തെ അല്ല എടുക്കുന്നത്. അതിന് മുൻപ് തന്നെ പലരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ താങ്കൾക്ക് തീർച്ചയായിട്ടും അതും സംശയിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് രണ്ടുപേരും തമ്മിലുള്ള ബന്ധവും നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ജനങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. ഹിന്ദു ഐക്യത്തെ, അല്ലെങ്കിൽ ഒരു നായർ ഈഴവ ഐക്യത്തെ ആരാണ് ഭയക്കുന്നത്? എന്നാൽ മറ്റു മത സംവിധാനങ്ങൾ അത്തരം ഒരു ഐക്യപ്പെടലുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുകയും അതിനോട് വളരെ നല്ല സൗഹാർദ്ദപൂർവമായ സമീപനങ്ങൾ നടത്തുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന നേതാക്കൾ തന്നെ ഇത്തരം ഐക്യത്തെ ഒരു അല്പം ദേഷ്യത്തോടെയും ഒരല്പം ഭയത്തോടെയും കാണുന്നത് എന്തിനാണ് എന്നതാണ് കേരളത്തിലെ ജനത ചിന്തിക്കേണ്ടത്. ഈ ഐക്യത്തെ ഭയക്കുന്നു എന്നതല്ല, ഇത് നേരത്തെയും നമുക്കറിയാലോ, 3 തവണ ഈ ഐക്യത്തിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് അവർ ഐക്യപ്പെടുന്നത് എന്നത് കൂടി നോക്കണമല്ലോ. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു സംശയമുണ്ടല്ലോ, ആർക്കാണ് ഇത് ഗുണം ചെയ്യുക എന്നൊരു സംശയമുണ്ടല്ലോ. അവിടെയാണ് ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് ഈ ഐക്യപ്പെടൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. NSSന്റെ നിലപാട് എന്ന് പറയുന്നത് സമദൂരമാണ്. NSSന് അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ കഴിയുകയില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് സുകുമാരൻ നായർ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞതിലും രണ്ട് തെറ്റുകളുണ്ട്. ഒന്ന്, നിരന്തരം വർഗീയത പറയുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണോ? മറ്റാരും പറയുന്നില്ലേ? അപ്പോൾ സതീശന്റെ ഭാഷകൾ തന്നെയാണ് നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞത് നിർഭാഗ്യവശാൽ സതീശന്റെ വാക്കുകൾ തന്നെയാണ് നിങ്ങൾ കടമെടുത്ത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ് കാര്യമെന്നുള്ളത് നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. കാര്യമില്ല ശ്രീ PR ശിവശങ്കർ, അത് കേരളം കേൾക്കുന്നതാണ്. കേരളത്തിൽ ആർക്കും വളരെ വേഗത്തിൽ മനസ്സിലാകുന്നതാണ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറയുന്ന വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിർഭാഗ്യവശാൽ മറ്റു പലരും പറയുന്ന വർഗീയത നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കടമെടുക്കാൻ നിങ്ങൾ തയ്യാറാവില്ല. ആ വാക്കുകൾക്ക് നിങ്ങൾക്ക് മറ്റ് ചില ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഭാഗത്തെ മാത്രം വർഗീയത പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിൻ്റെ മറ്റ് ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാനതിനെ ഏത് രീതിയിലും പ്രതിയോഗിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പറയുന്ന മലപ്പുറത്തെക്കുറിച്ചിട്ടുള്ള ചില ഭാഷകൾ നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിനേക്കാൾ വർഗീയപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസംഗിക്കുന്ന MLA മാരും
MLA-മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഉണ്ടല്ലോ. അവരെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഒരു ഭാഗത്തെ മാത്രം വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ അതിനെതിരെ നിലപാടെടുക്കുകയും അക്കാര്യങ്ങൾ ചർച്ചയാക്കുകയും ചെയ്യും. ശ്രീ PR ശിവശങ്കർ ഇടപെടേണ്ടി വരുന്നതിൽ ക്ഷമിക്കുക. നോക്കൂ, വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ എതിർക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി ആ സ്ഥാനത്തിരുന്ന് പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുമ്പോൾ എതിരെ രംഗത്ത് വരും. അതാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഇപ്പോ വർഗീയത പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഐക്യത്തിന് ശ്രമിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് തള്ളിപ്പറയാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ആർക്ക് വേണ്ടിയായിരുന്നു ഈ നീക്കം എന്നത് സാധാരണക്കാർക്ക് സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ആർക്ക് വേണ്ടിയായിരുന്നു ഈ നീക്കമെന്ന്? അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ആരോപണത്തിന് ഒരു തെറ്റായ ആരോപണമാണ്. രണ്ടും നമ്മൾ യോജിക്കുന്നില്ല, യുക്തിഭദ്രമല്ല. ഒന്ന് നോക്കൂ, ഇപ്പോൾ താങ്കൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്ന ഐക്യം എന്നുള്ളതും അദ്ദേഹം പറയുന്ന വർഗീയതയും BJPക്ക് കേരളത്തിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് താങ്കൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശന് ഞങ്ങൾ തന്നെ ഈ ഐക്യത്തെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പത്മഭൂഷൺ കൊടുത്തു, എന്നിട്ട് അവിടെ സുകുമാരൻ നായരെ കൊണ്ട് ഞങ്ങൾ എതിര് പറയിപ്പിച്ചു എന്ന് പറയുന്നു. ശ്രീധരൻപിള്ള സാർ, മുൻ ഗവർണർ ശ്രീധരൻപിള്ള സാർ പോകുന്നു, സുകുമാരൻ നായരെ കൊണ്ട് ഇത്തരം എതിരായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഐക്യത്തെ തകർക്കുമെന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ ലോജിക്കല്ല. നിങ്ങൾ പറയുന്നതിന് ലോജിക്കില്ല. പത്മഭൂഷണിൽ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാതെ പോയതാണോ? അവിടെ പണി പാളിയതാണോ ശ്രീ ശിവശങ്കർ? അല്ല, അങ്ങനെ അതാണ് നിങ്ങളുടെ സ്റ്റാൻഡെങ്കിൽ അവിടെയും തെറ്റുണ്ട്. പത്മഭൂഷണിൽ സ്റ്റാൻഡ് അത്രയാണെങ്കിൽ ഞങ്ങൾ ശ്രീധരൻപിള്ള സാറിനെ വിടേണ്ട ആവശ്യമില്ലല്ലോ, സ്വയം പൊളിയുമല്ലോ. അപ്പോൾ പത്മഭൂഷണിൽ അത് കറക്റ്റായിരുന്നു. എന്നിട്ടും അത് പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മുൻ ഗവർണറെ, സുകുമാരൻ സാറുമായിട്ട് നല്ല ബന്ധമുള്ള ഗവർണറെ വിടുന്നു, അത് പൊളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് ലോജിക്കില്ല. അതാണ് പ്രശ്നം. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇതേ പ്രശ്നമുള്ളൂ. പൊളിയുമെന്ന് തോന്നിയ ഘട്ടത്തിൽ പൊളിയരുത് എന്ന് അപേക്ഷിക്കാനാണോ പോയത് നമുക്ക് അറിയില്ലല്ലോ. ഇതിപ്പോ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. പൊളിയുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ചിലപ്പോൾ പൊളിയരുത് എന്ന് അപേക്ഷിക്കാനാണോ പോയതെന്ന് നമുക്കറിയില്ല. എന്താണ് പോയതിന്റെ ഉദ്ദേശമെന്ന് നമുക്കറിയില്ല. ഇതിപ്പോ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന വെള്ളാപ്പള്ളി നടേശന് ദയവായിട്ട് ശ്രീധരൻപിള്ള സാർ എന്തെങ്കിലും നിശ്ചയിക്കട്ടെ, നമ്മളൊരു സ്റ്റാൻഡ് എടുക്കൂ. അല്ല, ദയവായിട്ട് നിങ്ങളൊരു സ്റ്റാൻഡിൽ നിൽക്കൂ. പൊളിയരുതെന്ന് പറയാനാണോ പൊളിക്കാനാണോ പോയെന്ന് നിങ്ങൾ ഒരു കാര്യം പറയൂ. അതനുസരിച്ച് അതിൻ്റെ ഉത്തരം പറയാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമല്ലല്ലോ. ഇവർക്കിടയിൽ എന്താണ് ഈ 8 ദിവസത്തിനുള്ളിൽ പുറമേക്ക് നോക്കൂ, പുറമേക്ക് നമ്മളുടെ അറിവിലേക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇന്നലെയല്ല, വന്നാൽ മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞതാണ്. രാഷ്ട്രീയ ബന്ധം ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അത് അതിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് അതിനകത്ത് രാഷ്ട്രീയ ബന്ധം സംശയിക്കുന്നത്. ഇന്ന് ഒരു രാഷ്ട്രീയക്കാരനെ അല്ല ആ ചർച്ചയ്ക്ക് അയക്കേണ്ടതെന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് പല സംശയങ്ങളും അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഇപ്പം ദെൻ യു ആർ കം ടു ദ പോയിന്റ്. ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചില്ല. ആദ്യം അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഇതിനെ പ്രതികരിച്ചു. പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് NSS ബോർഡിലെയും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലും കൊണ്ട് അദ്ദേഹത്തിന് 8-ാം ദിവസം അതിൽ ചില പുനർചിന്ത വേണ്ടി വന്നു. അത് കാരണം അദ്ദേഹം പുനർചിന്തയ്ക്ക് വന്നു. ഇപ്പോൾ കാര്യം ക്ലിയർ ആണ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ തമ്മിലുള്ള ഐക്യത്തെ ഒരു ആഗ്രഹമില്ലാത്ത, അതിനെ ഭയക്കുന്ന മറ്റ് ചില രാഷ്ട്രീയക്കാർ 2 ദിവസം മുമ്പ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യും. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. അദ്ദേഹത്തോട് മറ്റ് രീതിയിലുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം ഇത് ചെയ്യുന്നത്. ഏതായാലും കാലം തെളിയിക്കും. ഒരു സംശയവുമില്ല, ഈ ഐക്യം ലോകത്തിന്, ജനങ്ങൾക്ക്, കേരളത്തിന് ആവശ്യമാണ്. ഒരു സംശയവുമില്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഐക്യപ്പെടും. അത് പല കാലഘട്ടത്തിൽ, അത് മനത്ത് പത്മനാഭൻ്റെയും ഗുരുദേവൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ പല സന്യാസിവര്യന്മാരും ചട്ടമ്പി സ്വാമികളൊക്കെ ആയിട്ടും യോജിച്ച് പ്രവർത്തിയിരുന്ന ഒരു കാലഘട്ടത്തേക്ക് ഇത് തിരിച്ചു പോകുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഈ ഐക്യം ഏറ്റവും ദോഷം ചെയ്യുന്നത് ആർക്കാണ്? ഈ ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ രണ്ടുപേരും സംസാരിച്ചപ്പോൾ അത് ലക്ഷ്യമിട്ടത് ആരെയാണ്? VD സതീശനെയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു ഐക്യം വന്നാൽ അത് UDFന്റെ സാധ്യതകളെ ബാധിക്കുമെന്നത് വളരെ വ്യക്തമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു 8 ദിവസം പിന്നിടുമ്പോൾ ഇങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടാകുന്നത്. ചില കൂടിക്കാഴ്ചകളിലേക്കാണ് PR ശിവശങ്കർ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ ആവശ്യമാണ് ഈ സഖ്യം പൊളിയേണ്ടതെന്നിരിക്കെ അവിടെ നടന്ന കൂടിക്കാഴ്ചകൾ അത്തരം സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏതെങ്കിലും ഐക്യത്തെ തകർക്കണമെന്നോ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്നോ എന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയേ ഇല്ല.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഐക്യത്തിൽ പോകണം. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയാണല്ലോ. SNDPയും NSSും തമ്മിൽ ഒരുമിച്ച് പോകണം. അതിനെന്തായിട്ടുള്ളത്? ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഞങ്ങൾ ആകെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്. അത് ആര് പറഞ്ഞാലും വർഗീയതയ്ക്കെതിരാണ്. ന്യൂനപക്ഷ വർഗീയതയാവട്ടെ, ഭൂരിപക്ഷ വർഗീയതയാവട്ടെ, ആ വർഗീയതയെ ആര് പുകഴ്ത്തി പാടിയാലും ആരതിനെ സപ്പോർട്ട് ചെയ്താലും അതിനെ ഞങ്ങൾ എതിർക്കുന്നു. 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ശരി, വർഗീയതയോട് കോംപ്രമൈസ് ഇല്ല. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് യാതൊരു നിലപാടുമില്ല. SNDP ആവട്ടെ, NSS ആവട്ടെ, മറ്റു സംഘടനകളാവട്ടെ, അവരൊക്കെ നമ്മുടെ കേരളത്തിനകത്തുള്ള വളർച്ചയ്ക്ക്, വികസനത്തിന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ, സാമൂഹ്യ രംഗങ്ങളിലെ, ആരോഗ്യ രംഗങ്ങളിലൊക്കെ വികസനത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ ഭരണപക്ഷത്തുള്ള സമയത്ത്, പ്രതിപക്ഷത്തുള്ള സമയത്തൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്താ തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമോ, അവർ ഐക്യപ്പെട്ടാലും അവർ അകന്നാലും അതിൽ ദുഃഖിക്കാനോ സന്തോഷിക്കാനോ ഒന്നും ഞങ്ങളില്ല. എന്നാൽ ഐക്യപ്പെടുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവരും തമ്മിൽ ഐക്യമുണ്ടാകുന്നതിൽ വലിയ നന്നായി സന്തോഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ ആരും നേരെയും ചൂണ്ടിക്കാണിക്കുന്നുമില്ല. SNDP യോഗത്തിന്റെ പ്രസിഡന്റിന്റെ മകൻ വൈസ് പ്രസിഡന്റ് മറ്റൊരു സംഘടന BJP മുന്നണിയുടെ സംഘടനയുടെ BDJSന്റെ പ്രസിഡന്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ BJP പൊളിറ്റിക്സ് ഉണ്ട് ഇവിടെ. ആ പൊളിറ്റിക്സിനൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ എതിർക്കും. അതിൽ യാതൊരു സംശയവുമില്ല. BJP പൊളിറ്റിക്സിനെ, NDA പൊളിറ്റിക്സിനെ ഞങ്ങൾ എതിർക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ NSSും SNDPയും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കതിൽ വിയോജിപ്പുള്ളത്? ഒരു പ്രശ്നവുമില്ല. സാധാരണ നിലയിൽ പുരോഗമന ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ സമുദായിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു ലക്ഷ്യപ്രഖ്യാപനം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഇരുവരും ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ UDFനെതിരാണ്. അതിൽ VD സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇരുവരും പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് എന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. VD സതീശനെ ഇതുപോലെ കയറൂരി വിട്ടാൽ UDF വില കൊടുക്കേണ്ടി വരും എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളുടെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഐക്യമാണ് അവിടെ രൂപപ്പെട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം അന്ന് തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ കൊടിക്കുന്നിൽ മാറിപ്പോകുന്നു. പിന്നീട് മാധ്യമങ്ങൾ കണ്ടു, ചാനലുകളിൽ വാർത്ത വന്നു എന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നു. എന്തൊക്കെ നാടകീയമായ നീക്കങ്ങളാണ് നടന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യമായിരുന്നു. നിങ്ങളുടെ ആളുകൾ ഇതിൻ്റെ വരും വരായികകൾ എന്താണ് സാഹചര്യം എന്നത് ബോധിപ്പിച്ചു. അതിൻ്റെ ഭാഗമാണോ പിന്മാറ്റം എന്ന സംശയം ഉയരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ന്യായീകരിച്ചോ അല്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. മുസ്ലിം ലീഗിനെയാണ് കഴിഞ്ഞ ഐക്യം പൊളിച്ചത് മുസ്ലിം ലീഗാണ് എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഐക്യം പൊളിച്ചത് മുസ്ലിം ലീഗാണെന്ന് പറയുന്നെങ്കിൽ ഈ ഐക്യത്തിൽ സംശയമുന്ന നിങ്ങളിലേക്കാണ്. കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ സാമുദായിക സംഘടനകളുമായും ഞങ്ങൾ കീപ്പ് ഇൻ ടച്ച് ആണ്. എല്ലാവരുമായും ഞങ്ങൾ സമ്പർക്കം പുലർത്തുന്നുണ്ട്. ആ സമ്പർക്കം ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ 5 വർഷമായി പ്രത്യേകിച്ചും സമ്പർക്കം പുലർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ NSS എന്നോ SNDP എന്നോ ക്രിസ്ത്യൻ സഭകളെന്നോ മുസ്ലിം സംഘടനകളെന്നോ ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങളത് വളരെ ഫ്രാങ്ക് ആണ്, ഞങ്ങൾ തുറന്നാണ് പറയുന്നത്. അതിൽ ഒളിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സാമുദായിക സംഘടനകളെ പരിപാടികളിൽ ഞങ്ങൾ പോകാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാറുമുണ്ട്. അതിലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഈ ഐക്യം തകർക്കാനോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ പറഞ്ഞ 8 ദിവസത്തെ ബാന്ധവ തകർക്കാനോ ഞങ്ങൾക്ക് അതിലൊന്നും പങ്കാളിത്തമില്ല എന്ന് ഉറപ്പിച്ചു പറയാം. പിന്നെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും സാമുദായിക സംഘടനകൾ തമ്മിലുള്ള ഐക്യമോ അകൽച്ചയോ അതിന് റിസൾട്ട് ഉണ്ടാക്കും എന്ന പേടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ ജയിച്ചാണ് വരുന്നത്. തദ്ദേശ സ്വയംഭരണമാവട്ടെ, അതിനുള്ള ബൈ ഇലക്ഷൻ ആവട്ടെ, അതിനിടയ്ക്കുള്ള പാർലമെന്റ് ഇലക്ഷൻ ആവട്ടെ, അതൊക്കെ ജയിച്ചു പോകുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു പൊളിറ്റിക്സ് വെക്കുന്നത് കൊണ്ടാണ്. ആ പൊളിറ്റിക്സിനെ ഞങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരെ, കേന്ദ്രത്തിലെ ഭരണ സംവിധാനത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് കിട്ടുന്നത്. അത് സ്വാഭാവികമാണ്. ഞങ്ങൾ ആ പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നു. ഞങ്ങളിപ്പം ഒരു യാത്ര വെക്കുന്നു. ഫെബ്രുവരി 6-ാം തീയതി ആരംഭിക്കുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര. ഞങ്ങൾ ആ യാത്രയുടെ പേരെന്താ വെച്ചിരിക്കുന്നത്? പുതുയുഗ യാത്ര. ഒരു പുതുയുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സ്ട്രാറ്റജികളാണ്, ബദലാണ്, ആൾട്ടർനേറ്റീവ്സ് ആണ് ഞങ്ങൾക്ക് ആ യാത്രയിൽ പറയാനുള്ളത്. കേരളത്തിന്റെ ആൾട്ടർനേറ്റീവ്, കേരളത്തിന് മുന്നോട്ട് വെക്കാനുള്ള ഒരു പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് വികസനത്തിന്റെ പൊളിറ്റിക്സ് ആണ്, സ്നേഹത്തിന്റെ പൊളിറ്റിക്സ് ആണ്, സഹിഷ്ണുതയുടെ പൊളിറ്റിക്സ് ആണ്. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന, പരസ്പരം ശണ്ട കൂടി അതിൽ നിന്ന് ചോര കുടിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഞങ്ങൾ മുന്നോട്ട് വെക്കാനേ ഇല്ല. കേരളത്തിലെ ഓരോ രംഗത്തും, ആഭ്യന്തര രംഗത്താവട്ടെ, ഗതാഗതത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിലാകട്ടെ, ആരോഗ്യത്തിലാവട്ടെ, ധനകാര്യത്തിലാവട്ടെ, ഒരു മാസ്റ്റർ പ്ലാനുമായി ജനങ്ങളെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പുതുയുഗത്തിലേക്ക് കാലെടുത്ത് വെക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനിടയ്ക്ക് ആരെങ്കിലും ഭിന്നിപ്പിച്ച് എന്തെങ്കിലും നേടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവനകൾ നടത്തി എന്തെങ്കിലും നേടുക. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ CPM-ന്റെ നേതാവ് AK ബാലൻ പറഞ്ഞു UDF എന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും, ആഭ്യന്തര മാറാടുകൾ ആവർത്തിക്കപ്പെടും. അങ്ങനെയുള്ള സംഭാഷണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം പുതിയ കാലഘട്ടം,
നമ്മളൊക്കെ പറയുന്നത് പോലെ ലോകം മുഴുവനുള്ള ഒരു പുതിയ ജെൻസി കാലഘട്ടത്തിൽ നമ്മൾ അവർക്ക് കൺവിൻസ് ആകുന്ന മെസ്സേജുകളല്ലേ, അവർക്ക് അവരുടെ ഹൃദയത്തിലേക്ക് സംവേദിക്കപ്പെടുന്ന കാര്യങ്ങളല്ലേ പറയേണ്ടത്. ഞങ്ങൾ വിശ്വസിക്കുന്നത്, UDF വിശ്വസിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് വിശ്വസിക്കുന്നത് ആ മെസ്സേജുകളുമായി മുന്നോട്ട് എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് അല്പം ആശ്വാസത്തിന് വഴിവെക്കുന്നതാണ്. നിങ്ങളുടെ സാധ്യതകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷകൾ ഒക്കെ നിറയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. എന്തായാലും അത് വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് 8 ദിവസത്തിനകം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജയചന്ദ്രൻ, നോക്കൂ. രേണുക, ദയവായിട്ട് അത് ഇന്നുണ്ടായതല്ല രേണുക. ആ സാഹചര്യം കുറച്ചു കാലമായിട്ട് ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കിയതാണ്. അതിന് വലിയ മങ്ങലേൽപ്പിച്ചതാണ് ഈ ഐക്യപ്രഖ്യാപനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും താങ്കളുടെ മുഖത്ത് പോലും ആശ്വാസം കാണാം. എന്തായാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഭാവിയിൽ BJPക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടാകും എന്നിരിക്കെ തന്നെയും ഇപ്പോൾ ആരാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് നോക്കിയാൽ അത് വെള്ളാപ്പള്ളിയെ ഈ രീതിയിൽ പിന്തുണച്ചാനയിക്കുന്ന ഇടതുപക്ഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു. അവിടെയാണ് ഒരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഐക്യം എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരുന്ന ആശ്വാസം അതിനെ കെടുത്തിക്കളയുന്നതാണോ ജി സുകുമാരൻ നായരുടെ പുതിയ തിരിച്ചറിവ്? നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നേടിയ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് ആദ്യമായി എൻ്റെ സ്നേഹാഭിവാദ്യം. അത് ചെറിയൊരു കാര്യമല്ല. പത്മഭൂഷൺ എന്ന പരമോന്നത ബഹുമതി നേടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. സന്തോഷ് ഒരുപാട് അദ്ദേഹത്തെ പരിഹസിച്ചു. അങ്ങനെ പരിഹാസ കഥാപാത്രങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു പുരസ്കാരമല്ല പത്മഭൂഷൺ എന്ന് പ്രിയപ്പെട്ട സന്തോഷ് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയെ വിമർശിക്കാം, അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്താം, അതിലൊന്നും ഒരു തെറ്റുമില്ല. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം ചെയ്യാം. പക്ഷെ പത്മഭൂഷൺ പോലുള്ള ഒരു രാഷ്ട്രത്തെ പരമോന്നത ബഹുമതി ലഭിച്ച ഒരാളിന്, അത് ആരും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അങ്ങനെ ഇകഴ്ത്താൻ പാടില്ലായിരുന്നു എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ ഇവിടെ കണ്ടതുപോലുള്ള കാര്യങ്ങളെയല്ല ഇതിനുള്ളിൽ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് സമയമല്ലേ തരൂ, അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയത്തുള്ളിൽ പരമാവധി കാര്യങ്ങൾ പറയുകയുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, കേരളത്തിൽ വളരെ ആസൂത്രിതവും കൃത്യവുമായ ഒരു സാമുദായിക പ്രീണനം നടത്താൻ യൂണിയൻ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ പ്രഖ്യാപിക്കപ്പെട്ട പത്മ പുരസ്കാരങ്ങൾ. വെള്ളാപ്പള്ളിയുടെ മാത്രമല്ല, എല്ലാവരുടെയും ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ അതൊരു പ്രതീതിയുണ്ട്. അതൊരു സാമുദായിക പ്രീണനത്തിൻ്റെതായ ഒരു വശത്തു നിന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. കാരണം VSന്റെ പേര് പോലും പോയിട്ടില്ല. ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് എഴുതി അയച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളിയുടെ അങ്ങനെ എഴുതി അയച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ നോമിനേഷൻ ഇവർക്ക് വേണ്ടി സമർപ്പിക്കണം ആഭ്യന്തര മന്ത്രാലയത്തിന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്. എന്നാലേ ഇതിലേക്ക് വരൂ. അപ്പൊ അത് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ വെള്ളാപ്പള്ളി നടേശനെ വേണമെങ്കിൽ പരിപൂർണമായും ഒരു സാമുദായിക നേതാവ് എന്ന് തന്നെ പറയുന്നതിൽ അദ്ദേഹം തന്നെ അഭിമാനം കൊള്ളുന്നയാളാണ്. പലവട്ടം ആവർത്തിച്ച് അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷെ VS അങ്ങനെ ഒരു സമുദായത്തിന്റെ മാത്രമാകും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു അപ്പീസ്മെന്റ് ഉണ്ടല്ലോ, ആ സമുദായത്തിൽ നിന്ന് അടുത്ത ഇലക്ഷന് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രീണനം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഒരു അനുഭാവം ആർക്ക്? കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായൊരു മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യത, അതാണ് അവിടെ പരിശോധിക്കുന്നത്. അത് തന്നെയാണ് കോട്ടയത്തേക്ക് മാറുമ്പോൾ ജസ്റ്റിസ് KT തോമസിന്റെ കാര്യത്തിലും സംഭവിച്ചതെന്ന് ആ ഭാഗത്തുള്ളവർ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് SNDP പോലെ തന്നെ മറ്റൊരു പ്രബല സമുദായമായ നായർ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് അത്ര ഒരു പരിഗണന നേതൃബിംബങ്ങൾക്കൊന്നും ലഭിക്കുന്നുമില്ല. സുകുമാരൻ നായർക്കെന്നല്ല ഞാൻ പറഞ്ഞത്, നേതൃബിംബങ്ങൾക്ക് ലഭിക്കുന്നില്ല.
അവിടെയാണ് ശ്രീ സാമുദായികമായ ജയചന്ദ്രൻ, ആ താങ്കൾ ഈ ഒരു പറയുന്നത് ഇവർ ഭിന്നിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ, പക്ഷേ ഇതാ എല്ലാ വിയോജിപ്പുകളും മുൻപ് പറഞ്ഞ മോശം വാക്കുകൾ ഉൾപ്പെടെ എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുമ്പോൾ അതിലൊരാൾക്ക് ഒരു അംഗീകാരം കിട്ടുന്നത് എങ്ങനെയാണ് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, താങ്കളിലേക്ക് സമയം തന്നാൽ ഞാനിത് പറയുകയാണല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ രേണു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ ഈ ചോദ്യം ചോദിച്ചാൽ സമാധാനമുണ്ട്, അല്ലെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറയുകയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് 9 ദിവസം പ്രായമായ ഐക്യം ഛിന്ന ഭിന്നമാകുന്നത്. അതില്ലാതായി എല്ലാം തകർന്നു എന്നുള്ളതല്ല അതിന്റെ വാച്യാർത്ഥം തന്നെ വായിച്ചെടുക്കേണ്ടത്. ഛിന്ന ഭിന്നമായി എന്നുള്ളതാണ്. എങ്ങനെ ഛിന്ന ഭിന്നമാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ പറഞ്ഞ സാമുദായിക പ്രീണനം അവിടെ ഉണ്ടായി എന്ന് ബോധ്യപ്പെടണം മറ്റ് ആൾക്കാർക്ക്. അതിൽ പ്രത്യേകിച്ച് ഇന്ന് ഈ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ള ജനറൽ സെക്രട്ടറിക്ക്. അവിടെ സന്തോഷ് പറഞ്ഞതുപോലെ ബുദ്ധിയും വിവേകമുള്ള ഡയറക്ടർ ബോർഡിലുണ്ട്, അതുകൊണ്ട് അവിടെ സംഭവിച്ചു. അങ്ങനെയൊന്നും അല്ല. അവിടെ ജി സുകുമാരനാഥ് ജനറൽ സെക്രട്ടറി എന്താണോ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അത് നടപ്പിലാക്കപ്പെടും. അതിൽ ഒരു സംശയമില്ലാത്ത പ്രസ്ഥാനമാണ് NSS. അതെല്ലാം താങ്കൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവിടുത്തെ നേതൃശ്രേണിയെ മുഴുവൻ അറിയാവുന്ന ഒരാളെന്ന നിലയിലും കുറെ കാലമായി ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലും അത് യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പൊ ഈ ഒരു പ്രൊഡ്യൂസറെ ഇന്നലെ രാത്രി വിളിച്ചതല്ല ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗം, അത് മനസ്സിലാക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച തീരുമാനിച്ചതാണ്. എന്തുകൊണ്ട് വെള്ളിയാഴ്ച തീരുമാനിച്ചു? അതിന് മറ്റൊരു കാര്യം കൂടെ. ഈ കഴിഞ്ഞ 9 ദിവസമായി ഇത് നടക്കുമ്പോൾ, ഈ ഐക്യ പ്രഖ്യാപനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ അങ്ങോളം യൂണിയനുകളുണ്ട് NSSന്. ആ യൂണിയനുകളിലെ പല നേതൃത്വവും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മറ്റ് മെമ്പർമാരും അടക്കമുള്ളവർ NSS ജനറൽ സെക്രട്ടറിയോട് ടെലഫോണിൽ ഇതൊരു അനാവശ്യമായ കാര്യമാണ് എന്ന് തന്നെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാതെ വളരെ സമാധാനത്തോടെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പലരും പല ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അല്ല, ഇതൊന്ന് തീർത്തോട്ടെ. അതിന്റെ അടിസ്ഥാന കാരണമാണ് മുമ്പിൽ നിൽക്കുന്നത്. അല്ല, സമയം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തത് 10 മിനിറ്റ് വീതമാണ്. എന്റെ ഇപ്പൊ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ടാണ് താങ്കൾ സമയം ഓർപ്പിക്കുന്നത്. ഞാൻ നിർത്തി. എനിക്ക് എന്റേതായ മൂല്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇല്ല, ഞാൻ സമയം കളയുന്നില്ല, ഞാൻ നിർത്തി. ഇതേ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ. എത്ര ഉള്ളു കാര്യം, വേറെ കാര്യമൊന്നുമില്ല. സമയമായി. അത് തന്നെ. അത് ഞാൻ ഓർപ്പിക്കുകയാണ് അങ്ങോട്ടെ. ഇപ്പൊ സംസാരിച്ച 3 പേർക്കും 10 മിനിറ്റ് വീതം. എനിക്ക് 4ാമത്തെ മിനിറ്റ് ആയപ്പോ ഇതാ സമയമായി. ആയിക്കോട്ടെ, ഞാൻ നിർത്തി. ബാക്കിയുള്ള താങ്കൾ പറയൂ. താങ്കളുടെ അടുത്ത ഊഴം, അല്ലെങ്കിൽ താങ്കൾക്ക് സമയം കിട്ടാതാവും. ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് പറയാനില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഞാൻ സമയം ചുരുക്കം അതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ശ്രീ ജയചന്ദ്രൻ. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഈ ചർച്ച തുടങ്ങി 34ാമത്തെ മിനിറ്റിലാണ് ഞാൻ ജോർജ് പൊടിപ്പാറയിലേക്ക് പോകുന്നത് ആദ്യമായി എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ശരി, ഞാൻ താങ്കൾക്ക് 2ാം ഘട്ടത്തിൽ കൂടുതൽ സമയം നൽകാം. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ആർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക? ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ആർക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കുക? ഇപ്പോൾ ഇങ്ങനെ ഒരു ഐക്യം ഈ നിലയിൽ 8ാം ദിവസം പൊളിയുമ്പോൾ ആർക്കാണ് അതിന്റെ ഗുണഫലം ലഭിക്കുക എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആർക്കാണ് ഇത് അനിവാര്യമായിരുന്നത്? ആർക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കും? ഞാൻ ആ ചോദ്യത്തിലേക്ക് ഗൗരവത്തിലേക്ക് ഓഡിയോയിൽ അല്പം പ്രശ്നങ്ങളുണ്ട്. ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഇല്ല, വ്യക്തമല്ല. ഞാൻ ഇത്തിരി കൂടെ അടുത്തിരുന്നു. ഇപ്പൊ ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ആ കോടതി കഥ എങ്ങനെയാണ്? ഇങ്ങനെ വാദിക്കാൻ തുടങ്ങുമ്പോ പുള്ളി ഐ കൺസീവ്ഡ് ഇങ്ങനെ ഓരോ തവണ കൺസീവ്ഡ് എന്ന് പറഞ്ഞ് പുള്ളി വിൽക്കും.
പക്ഷെ വിഷയത്തിലേക്ക് പുള്ളി പ്രവേശിക്കുന്നില്ല. അങ്ങനെ 3 തവണ ഐ കൺസീവ്ഡ്, മിലോഡ് ഐ കൺസീവ്ഡ്, മിലോഡ് ഐ കൺസീവ്ഡ്, മിലോഡ് ഐ കൺസീവ്ഡ് 3 തവണ. 3 തവണ വന്നിട്ട് ഓഡിയോയിൽ ചില പ്രശ്നങ്ങളുണ്ട്. കൺസീവ്ഡ് ത്രൈസ് ബട്ട് ഡെലിവേർഡ് നത്തിങ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജോർജ് പൊടിപ്പാറ. ഓഡിയോയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, വ്യക്തമാകുന്നില്ല താങ്കൾ പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ, നോക്കൂ, ഇവിടിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ഉള്ള പ്രഖ്യാപനം നടത്തുന്നു. അത് ഉടൻ തന്നെ NSS അംഗീകരിക്കുന്നു. അതിനുശേഷം എന്താ ഇങ്ങനെ പറ്റില്ല, ഇതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി പോകുന്നതാണ് കാണുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമായിരുന്നുവെങ്കിൽ ഇതിന് മറുപടി നല്ല രീതിയിൽ പറയേണ്ടുന്ന സമയം കഴിഞ്ഞു. പക്ഷേ പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഞാൻ ആലോചിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ ഒരു റിഫ്റ്റിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? വെള്ളാപ്പള്ളി നടേശൻ ഈ സ്ഥാനത്ത് തുടരുന്നിടത്തോളം ഒരു യോജിപ്പിനുമില്ല എന്ന് പറഞ്ഞവരാണ് യോജിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന സാഹചര്യം, അത് വലിയ ഇൻസൾട്ടായി വെള്ളാപ്പള്ളിക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഇതോടെ അവസാനിക്കുമെന്നതാണോ താങ്കൾ കരുതുന്നത്, അതോ ഇതിനൊരു തുടർച്ചയുണ്ടാകുമോ? ഇപ്പോൾ നസ്രാണി വരെ ഉള്ളവർ, നായാടി മുതൽ നസ്രാണി വരെ ഉള്ളവർ യോജിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നുവല്ലോ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗം വിട്ടുപോകുന്നത് കൊണ്ട് ഇത് പാടെ അവസാനിക്കുമെന്ന് കരുതേണ്ടതുണ്ടോ? ഞാൻ ആദ്യം തന്നെ നമ്മുടെ ജയേന്ദ്ര സാറിന് പറയണ, എനിക്ക് ഞാൻ വെള്ളാപ്പള്ളി പേഴ്സണൽ ഇൻസൾട്ട് ഉള്ള സത്യം പറഞ്ഞവരോട് അതൊരു ഇൻസൾട്ടിങ് ആയിട്ടൊന്നും തോന്നണ്ട. പിന്നെ ഞാനിപ്പോ പറയാൻ പോകുന്ന താങ്കളുടെ ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം, വെള്ളാപ്പള്ളി ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് പറയും. നായാടി മുതൽ നമ്പൂതിരി വരെ സംഘടിപ്പിക്കുന്നതിന് മുന്നമായി SNDP യൂണിയന്റെ കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ SNDP യൂണിയനുകളിലും വലിയ പ്രവർത്തക സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി. ആ പ്രവർത്തക സമ്മേളനങ്ങളിലെ മുഖ്യ പ്രാസംഗികരായിരുന്നു ഞാൻ. അന്ന് അതിനകത്ത് രഹസ്യമായി RSSന്റെ ആളുകൾ വന്നത് വാച്ച് ചെയ്യുമായിരുന്നു. എന്നിട്ട് വൈകിട്ട് ഡിസ്കഷൻ തുഷാറുമായിട്ട് ഈ തലയെണ്ണി കച്ചവടം ചെയ്യാൻ വേണമെങ്കിൽ അന്നാണ് തൊഗാഡിയായ പുള്ളി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ കൊണ്ടു. തൊഗാഡിയ പുള്ളി വെച്ചു പോയിട്ട് കൂടുതൽ കട്ടപ്പനയ്ക്ക് തൊഗാഡിയായിട്ട് പോയിട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഓർമ്മ കാണും, പഴയ റെക്കോർഡുകൾ പരിശോധിച്ചാൽ അറിയാറ്. അപ്പൊ അങ്ങനെ വെള്ളാപ്പള്ളിയുടെ ഇപ്പൊ നായാടി മുതൽ നസ്രാണി വരെയായി. ഇത് ഓരോ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നതല്ലാതെ ഇദ്ദേഹം കേരളത്തിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയി വരുമ്പോൾ കേരളത്തിലെ UDFനകത്ത് 10-36 MLA-മാരുണ്ടായിരുന്നു. ഇന്നത് ഒരാളായി കുറഞ്ഞു, തൃപ്പൂണിത്തുറയിൽ K. ബാബു മാത്രം. അപ്പൊ ഇദ്ദേഹത്തിന്റെ തോളിന്റെ മുകളിൽ നിന്ന് ഒരു 1/2 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരു ഈഴവം വന്നാൽ അയാൾ കൊന്നു കളഞ്ഞിരിക്കും. അത് രാഷ്ട്രീയത്തിലായാലും വ്യവസായത്തിലായാലും എവിടെ ആയാലും. ഇദ്ദേഹം SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയി വന്ന് ജാതി പറഞ്ഞത് കൊണ്ട് ഈഴവർ എവിടേക്ക് വളർന്നു. ഇദ്ദേഹത്തിന് തൊട്ടു മുമ്പിരുന്ന അഡ്വക്കേറ്റ് ഗോപിനാഥനും ഡോക്ടർ രാഹുലിനും SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ 5 എയ്ഡഡ് കോളേജുകൾ SNDP യോഗത്തിന് സ്ഥാപിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട K. കരുണാകരൻ 50 സെന്റ് ഭൂമി SNDP യോഗത്തിന് ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി സൗജന്യമായിട്ട് കൊല്ലം ഹൈവേയുടെ സൈഡിൽ സൗജന്യമായി പതിച്ചു കൊടുത്തു. ഇന്നും അവിടെ ഒരു 10 തെങ്ങ് കുടിച്ചു വെക്കാൻ നടേശൻ സാറിനെ കൊണ്ട് പറ്റിയിട്ടില്ല. അവിടെ കൊല്ലം ജില്ലയിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ഇദ്ദേഹം ഓരോ കാലഘട്ടത്തിലും ഇപ്പൊ അത് എന്തെല്ലാം പറഞ്ഞു, ബാങ്ക് തുടങ്ങും, മെഡിക്കൽ കോളേജ് തുടങ്ങും, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങും, മൈക്രോ ഫിനാൻസ് മാറ്റി മാക്രോ ഫിനാൻസ് ആക്കും. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, പാവപ്പെട്ട ഈഴവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ശ്രീനാരായണീയൻ എന്നതിനേക്കാൾ ഉപരി ഒരു വെള്ളാപ്പള്ളിയനായി അദ്ദേഹത്തോടൊപ്പം നിഴല് പോലെ നിന്നയാളാണ്. തട്ടിപ്പ് മനസ്സിലായി. എന്റെ കാലഘട്ടത്തിലാണ് എനിക്കാണ് ഉമ്മൻചാണ്ടി സർക്കാർ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ എന്റെ യൂണിയനില് പാലാ യൂണിയനില് 25 ഏക്കർ സ്ഥലം SNDP യോഗത്തിന്, 15 ഏക്കർ SNDP യൂണിയനും 10 ഏക്കർ SNDP യോഗത്തിന് പതിച്ചു നൽകിയത്. ഈ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ശ്രീ സന്തോഷ് കുമാർ. പക്ഷെ അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം, അതല്ലല്ലോ. അദ്ദേഹം ഒരു ഐക്യം എന്ന് പറഞ്ഞു വരുന്നു. ആ ഐക്യത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു, ആരുടെ താല്പര്യം സംരക്ഷിക്കാനായിരുന്നു ആ ഐക്യ പ്രഖ്യാപനം? ഇന്നിപ്പോൾ ഐക്യം ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതോടുകൂടി തീരുമോ, അതോ വെള്ളാപ്പള്ളി നടേശനെ തന്നെ മുൻനിർത്തി ഇനിയിപ്പോൾ NSS ഇല്ല എങ്കിൽ മറ്റുള്ളവരുടെ ഐക്യം എന്നതൊന്നും സാധ്യമാകുമോ? അത് വെള്ളാപ്പള്ളി വിചാരിച്ചാൽ നടക്കുമോ? കേരളത്തിൽ ജനിച്ച ഒരു സമുദായ സംഘടനാ നേതാക്കളും, പുന്നല ശ്രീകുമാർ ആണെങ്കിലും
അല്ലെങ്കിൽ വിശ്വകർമ്മ മഹാസഭയുടെ സൊസൈറ്റിയുടെയോ ഒരു സമുദായക്കാരനും വെള്ളാപ്പള്ളിയായിട്ട് കൂട്ടുകൂടിയല്ല. വെള്ളാപ്പള്ളി എന്തും ചെയ്യുന്നതാണ്. വെള്ളാപ്പള്ളിയെ വിശ്വസിച്ചിട്ട് ഒരാൾക്കും നമ്മൾ കേരളത്തിലെ ഈഴവർക്ക് രക്ഷയില്ല. അതേ ഈഴവ സമുദായത്തെ വന്ധ്യംകരിച്ചിട്ട് കേരളത്തിൽ പോകും. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി കേരളത്തിൽ ഈഴവർക്ക് യാതൊരു സാധ്യതയും ഇനി അത്തരം ഐക്യത്തിനില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്, വെള്ളാപ്പള്ളിയെ മുൻനിർത്തി. ശ്രീ ശിവശങ്കർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളി ആദരിക്കപ്പെടുന്നത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്ന കാര്യം വലിയ വിമർശനമായി ഉയരുന്നുണ്ട്. താങ്കളുടെ ഓഡിയോ ശരിയാക്കിയതിനു ശേഷം വരാം. ഞാനത് ശിവശങ്കറിലേക്ക് പോയതിനു ശേഷം വന്നാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ശിവശങ്കറിലേക്ക് പോകുന്നത്. വരാം താങ്കളിലേക്ക് ശ്രീ പൊടിപ്പാറ. നോക്കൂ ശിവശങ്കർ, ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വെള്ളാപ്പള്ളിക്ക് കിട്ടിയ പത്മഭൂഷൺ മാത്രമല്ല, മൊത്തം പ്രഖ്യാപനത്തിലും ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുണ്ടല്ലോ, വെള്ളാപ്പള്ളിയെ മുൻനിർത്തി ഏതെങ്കിലും തരത്തിലുള്ള യോജിപ്പിന് ശ്രമിച്ചാൽ അത് ഒരു തരത്തിലും നടക്കാൻ പോകുന്നില്ല. അത്തരം വർഗീയതയെ തള്ളിക്കളയുന്ന നാടാണ് കേരളം. ആ തരത്തിലുള്ള വർഗീയതയെ ഒന്നും തന്നെ കേരളത്തിന്റെ മണ്ണ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ NSSനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ആ നിലപാട് നമുക്ക് കാണാവുന്നതാണ്. BJPയെ അകറ്റി നിർത്തിയിട്ടുള്ള സമീപനം അവർ സ്വീകരിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോഴും ആവർത്തിക്കുന്നു. രേണു, എനിക്കൊന്ന് ഈ ചോദ്യത്തിൽ 3 കാര്യത്തിനാണ് ഞാൻ ഉത്തരം നൽകേണ്ടത്. ഒന്ന്, ഈ പത്മ അവാർഡുകളിൽ വർഗീയതയുണ്ട്. 2, കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം വർഗീയതയ്ക്ക് എതിരെ പറയുന്നു. 3, മൂന്നാമത്തെ കാര്യം, NSS നിരന്തരമായി BJPയെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും എതിർക്കുന്നു. ഇതാണല്ലോ 3 ചോദ്യങ്ങളുടെ ഒരു ആകെത്തുക. ഒന്ന്, ആദ്യമായിട്ട് ഈ പത്മ അവാർഡുകളിൽ വർഗീയത BJP രാഷ്ട്രീയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിരന്തരം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP ഒരു 24/7 അല്ലെങ്കിൽ 365 ഡേയ്സ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്, ഇലക്ഷൻ ഓറിയൻറ്റഡ് മെഷീനറിയാണ്. വി വിൽ സ്റ്റാർട്ട് ദ ഇലക്ഷൻ ക്യാമ്പയിൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 ക്യാമ്പയിൻ. ഒരു ക്യാമ്പയിൻ കഴിഞ്ഞാൽ ഉടനെ അടുത്തത് തുടങ്ങും. നോക്കൂ, കഴിഞ്ഞ വർഷത്തെ 2005 പത്മ അവാർഡിൽ നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് കണ്ടിരുന്നത്? MT വാസുദേവൻ നായർക്കും ജോസ് ചാക്കോ പെരിയപുറത്തിനും ശോഭനയ്ക്കും അതുപോലെ തന്നെ ശ്രീജിത്തിനും ഒക്കെ അവാർഡ് കൊടുക്കുമ്പോൾ, ഹോക്കി താരം അദ്ദേഹത്തിനൊക്കെ IM വിജയനും ഒക്കെ അവാർഡ് കൊടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വെറും 1 വർഷത്തെ രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണ്, നിങ്ങൾക്ക് നേരത്തെ തെറ്റുപറ്റിയെന്ന് പറയേണ്ടി വരും പൊതുവെ അവതാരകരും അല്ലെങ്കിൽ രാഷ്ട്രീയ ആളുകളും. അപ്പോൾ അത് ശരിയല്ല. ഇതിലും രാഷ്ട്രീയമല്ല കണ്ടത്. VS അച്യുതാനന്ദനെയും അതുപോലെ തന്നെ പ്രൊഫസർ ജസ്റ്റിസുമാരെയും അതുപോലെ തന്നെയുള്ള ധാരാളം പത്മ അവാർഡുകളെ കാണുമ്പോൾ അത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് പോലെ ഇവിടെ ഒരു ഭൂമിയുടെ നവീകരണത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി വരെ നൽകുന്ന പത്മ അവാർഡുകൾക്ക് രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, ഇവിടെ പറയുന്നത് BJP മാത്രം ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നു, അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാത്രം ഒരു തരം വർഗീയത പറയുന്നു എന്നുള്ളതാണ്. നോക്കൂ, എൻ്റെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ സുഹൃത്ത്, അദ്ദേഹം മഹാരാഷ്ട്രയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ശിവസേനയെ അംഗീകരിക്കാൻ പറ്റുന്നു, ലീഗിനെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ശിവസേനയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം ചെയ്യുന്നത് മറ്റൊരു രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ അദ്ദേഹത്തിന് താല്പര്യമുള്ള രീതിയിൽ വർഗീയത പറയുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ മതമല്ല പ്രശ്നമെന്ന് പറയുന്ന ആളുകൾ ഐക്യജനാധിപത്യ മുന്നണിയിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അവർക്ക് മതത്തിൻ്റെതായ ഒരു ഭരണകൂടം വന്നില്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ എത്തിക്കാൻ പറ്റില്ല. അതൊരു യഥാർത്ഥ ജയേന്ദ്രൻ സാറ് പറഞ്ഞ പോലെ എനിക്ക് 10 മിനിറ്റ് കിട്ടിയിട്ടില്ല, എന്നാലും ഒരു 5 ചോദ്യം അതിനോട് കൂടെ വന്നു എന്ന് ജയേന്ദ്ര സാറിനെ സൂചിപ്പിക്കുന്നു. അദ്ദേഹം ഒന്ന് ഇടയ്ക്ക് BJPയുടെ ഒരു വക്താവായി നിന്നാൽ മതി. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് മതമാണ് എന്ന് പറഞ്ഞതല്ലേ? അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ശരി, അല്ല, മതമാണ് പ്രശ്നമെന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് മതപരമായ ഒരു രാഷ്ട്രീയ നേതൃത്വമില്ലെങ്കിൽ ഞങ്ങൾക്കിടെ പ്രാർത്ഥന വിഫലമാകുമെന്ന് പറയുന്നു. ഇത്തരം ആളുകളെ വരെ സതീശൻ പരസ്യമായി പറയുന്നത് ഞങ്ങൾക്ക് ജാതീയതയില്ല, മതമില്ല, വർഗീയതയില്ല എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ വെള്ള പൂശുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും ആരാണ് വർഗീയത പറയുന്നത്, വെള്ളാപ്പള്ളി നടേശനാണോ അല്ലെങ്കിൽ UDFൻ്റെ പ്രവർത്തകരാണോ എന്ന് നമുക്ക് മനസ്സിലാകും. ഒരൊറ്റ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇവിടെ ഈ തരം ഐക്യത്തെ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യത്തെ വിമർശിക്കുന്നതും എതിർക്കുന്നതും ആരാണ്, അവരുടെ പുറകിലാരാണ്, അവർക്കിടെ രാഷ്ട്രീയത്തിൽ എന്ത് താല്പര്യമാണുള്ളത്? ഈ കഴിഞ്ഞ കുറച്ച് ഒരു 6 മാസത്തിനുള്ളിൽ
എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയതും അതുപോലെ തന്നെ ശരി. ഒരു പ്രത്യേക പാർട്ടിക്ക് പിറകിൽ മതരാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ ശക്തികളും അണിനിരക്കുന്നതും മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ നേരത്തെ പറഞ്ഞത് ഈ ഐക്യത്തെ തകർക്കുന്നത് ലീഗിൻ്റെ ആഗ്രഹവും താല്പര്യവുമാണ് എന്ന് അദ്ദേഹം വളരെ ശരി. വസ്തുനിഷ്ഠമായി പറഞ്ഞു. ഇപ്പോൾ ആരാണ് തകർത്തിരിക്കുന്നത് എന്നത് അദ്ദേഹം തന്നെ പറയുമായിരിക്കും, കണ്ടെത്തുമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പറയുന്നില്ല, അതൊരു ഇതാണ്. കൺസീവ്ഡ് ത്രൈസ് ബട്ട് ഡെലിവേർഡ് നത്തിങ് എന്ന് പണ്ട് ജഡ്ജി വക്കീലിനോട് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഈ SNDP അതുപോലെ തന്നെ NSS ഐക്യം ഇപ്പൊ 3ാം തവണയും പോവാണ്. ഇത്തവണ ഗർഭത്തിലേ തന്നെ അത് അവസാനിക്കുകയാണ്. അത് ജനിക്കേണ്ടി വന്നില്ല, അതിനു മുമ്പേ തന്നെ ചാവള്ളയായി പോകുന്നൊരവസ്ഥയിലേക്ക് പോയി. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് പൊരുത്തപ്പെടാത്ത രണ്ട് സംഘടനകൾ, സമാന്തര രേഖകളായി സഞ്ചരിക്കുന്ന രണ്ട് സംഘടനകൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില വ്യക്തികളോട് വിരോധം തീർക്കാൻ വേണ്ടി ഐക്യപ്പെടാൻ ശ്രമിച്ചാൽ അത് എവിടെയും എത്തില്ല. അത് ഇങ്ങനെയൊക്കെ അവസാനിക്കൂ എന്ന് വേണം വിചാരിക്കാൻ. അതിന്റെ ഒരു സ്വാഭാവിക മരണം എന്നേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതിന് ചില അടിസ്ഥാന കാരണങ്ങളുണ്ട്, ഇമ്മീഡിയറ്റ് കോസും ഉണ്ട്. ഇമ്മീഡിയറ്റ് കോസ് ഒരുപക്ഷെ ഇപ്പൊ പലരും പറയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയതും നായർ സമുദായത്തിൽ ആർക്കും അത് കിട്ടാതെ പോയതും ഒക്കെ ആണോ അതിന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷെ ഞാനത് ചിന്തിക്കുന്നില്ല. ഞാൻ അത്രത്തോളം ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നായർ സമുദായത്തിന് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് ജനറൽ സെക്രട്ടറി വൈകാരികമായ ചില വിക്ഷോഭങ്ങളുടെ പേരിൽ ശ്രമിച്ചത്. അതാണ് ഇതിന്റെ പ്രശ്നം. അതിനെ സമുദായത്തിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ NSS ജനറൽ സെക്രട്ടറി എടുക്കുന്ന ഒരു തീരുമാനത്തെ വീറ്റോ ചെയ്യാനുള്ള കഴിവൊന്നും അല്ലെങ്കിൽ അത്തരം കപ്പാസിറ്റിയും കാലിബറും ഒന്നും സാധാരണഗതിയിൽ ഡയറക്ടർ ബോർഡ് ചെയ്യാറില്ല. അത് അംഗീകരിക്കുക, അതിനോട് യോജിക്കുക, അതാണ് സാധാരണ പതിവ്. പക്ഷേ ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അവർ സംഘടിതമായിട്ട് ഇതിനെ എതിർത്തു എന്ന് പറയുമ്പോൾ പൊതുവിൽ മുമ്പ് സംഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ചിലത് സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആഗോള അയ്യപ്പ സംഗമം മുതൽ ഇത് കണ്ടു തുടങ്ങിയതാണ്. കാരണം ഇവിടെ പരമ്പരാഗതമായിട്ട് എത്രയോ കാലമായിട്ട് NSS കൈക്കൊണ്ടിരുന്ന ഒരു സമദൂര നിലപാടുണ്ട്. അതിൽ ആ സമദൂരത്തിൽ ചില ശരിദൂരം കണ്ടെത്തുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, NSS കുറച്ചുകൂടി കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയിരുന്നത് UDF-നോടാണ്. ആ UDF ആഭിമുഖ്യം വിട്ടിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS-ന്റെ പ്രതിനിധി പങ്കെടുത്തപ്പോൾ മുതൽ തന്നെ ഈ NSS-ന്റെ നിലപാടുകളിൽ ചില മാറ്റം സംഭവിക്കുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ഈ പറഞ്ഞ ആ സംഘടനയ്ക്ക് തന്നെ അല്ലെങ്കിൽ ആ സമുദായത്തിലെ പലർക്കും മനസ്സിലായില്ല. അതുകൊണ്ടാണ് പലയിടത്തും പ്രതിഷേധം ഉണ്ടായതും കോലം കത്തിക്കലുണ്ടായതും പെരുന്നയിൽ പോലും പ്രതിഷേധ ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ അതിന് അദ്ദേഹം പറഞ്ഞൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ, LDF ഗവൺമെന്റ് ഒരു ഉറപ്പ് തന്നു, 9-ാം തീയതി, അതായത് 9-അംഗ ബെഞ്ചിന്റെ മുമ്പിൽ യുവതീ പ്രവേശനം വരുമ്പോൾ അവരൊരു സത്യവാങ്മൂലം കൊടുക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. അതായത് ഇനി യുവതികളെ പ്രവേശിപ്പിക്കില്ല, ആ കാര്യത്തിൽ സർക്കാർ അനുകൂലമല്ല എന്നൊരു സത്യവാങ്മൂലം കൊടുക്കാമെന്ന് അവർ ഉറപ്പ് തന്നതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ മാത്രം ഞങ്ങൾ ശരിദൂരം എന്നുള്ള നിലയ്ക്ക് ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നു, മറ്റെല്ലാറ്റിലും സമദൂരം എന്ന നിലപാട് തന്നെയാണെന്ന് അദ്ദേഹം പിന്നീട് തിരുത്തി പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് VD സതീശന്റെ വളരെ ശക്തമായ വിമർശനങ്ങൾ വന്നത്. ആ വിമർശനങ്ങൾ ആണ് ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രകോപനം. അതായത് കാന്തപുരം മുസ്ലിയാരുടെ കേരള യാത്രയുടെ സമാപനത്തിൽ അത് വെച്ചുകൊണ്ട് സതീശൻ വളരെ ശക്തമായിട്ട് ചില നിലപാടുകൾ എടുത്തു. അത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. അത് വെള്ളാപ്പള്ളിയാണ് ലക്ഷ്യം വെച്ചതെങ്കിലും അത് സുകുമാരൻ നായരെയും ഒരുപോലെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പറഞ്ഞ അങ്ങനെയെങ്കിൽ ഒരു ഐക്യത്തിലൂടെ NSS SNDP ഐക്യത്തിലേക്ക് പോയിട്ടായാലും ഈ പറഞ്ഞ സതീശനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് സതീശനെ ഒന്ന് ഒതുക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിയത്. പക്ഷേ അത് പിന്നീട് പിറ്റേ ദിവസം തന്നെ അത് ഇത്തിരി ഡൈല്യൂട്ട് ചെയ്തു. അന്ന് സതീശൻ ഇങ്ങനെ അവിടെ ചെന്ന് നിരങ്ങി എന്നൊക്കെ പറഞ്ഞു. സതീശൻ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ അതിന്റെ തിരിച്ചടി UDF-ന് ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ഏതായാലും അവിടെ കൊണ്ട് അദ്ദേഹം പിന്നീട് അതിൽ ഇത്തിരി വെള്ളം ചേർത്തു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ 8 ദിവസത്തെ ആയുസ് മാത്രമുള്ള ആ ഐക്യ ശിശു ഗർഭത്തിലേ ചത്തുപോകുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ആർക്കും ഒരു ഉത്തരവില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഇവിടെ പലരും കോട്ട് ചെയ്തല്ലോ. അതായത് ഇപ്പൊ ഇതിനകത്ത് നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല, NSS-ന് ശക്തമായ ചില നിലപാടുകളുണ്ട് എന്നൊക്കെ പറയുന്നു. ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്ന കാര്യം, ഒരു രാഷ്ട്രീയ നേതാവിന്, പ്രത്യേകിച്ച് BD ജയശന്റെ നേതാവ്, BJP സഖ്യത്തിലുള്ള ഒരാളെ ഈ ഐക്യത്തിന്റെ മധ്യസ്ഥനായിട്ട് പെരുന്നയിലേക്ക് അയക്കാൻ ശ്രമിച്ചെടുത്ത്
ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് NSS തിരിച്ചറിയുന്നു. അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും NSS ഒരിക്കലും വർഗീയ നിലപാട് എടുത്തിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് അത് നേരത്തെ യുവതീ പ്രവേശ സമരത്തിലായാലും ശരി, NSS ആ ഘട്ടത്തിലും BJPക്ക് പിടികൊടുക്കാതെ സ്വന്തം നിലയ്ക്ക് സമരം നടത്തിയൊരു കക്ഷിയാണ്. ആ നിലയ്ക്ക് NSSനെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അവരൊരിക്കലും സമുദായ താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുമെങ്കിലും അവരൊരിക്കലും വർഗീയ നിലപാടെടുത്ത് മറ്റ് ഇതര സമുദായങ്ങളെ ആക്ഷേപിക്കാനോ ഇതര സമുദായങ്ങളെ എന്താ പറയുക തീർച്ചയായും ആ നിലപാട് തുടരും എന്ന കാര്യം തന്നെയാണ് സുകുമാരൻ നായർ ഇന്ന് ആവർത്തിച്ച് പറയുന്നത്. ശ്രീ ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോ വെള്ളാപ്പള്ളിയെ മുൻനിർത്തി ഒരു തരത്തിലുമുള്ള ഐക്യം സാധ്യമാകില്ല എന്ന് വേണമോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം മറ്റു പലതുമാണ് എന്ന് സംശയം വരുന്നു. ഇതിപ്പോൾ CPM തെറ്റിദ്ധരിച്ചതാണോ വെള്ളാപ്പള്ളിയെ? വെള്ളാപ്പള്ളിയുടെ നീക്കം ഈ ലക്ഷ്യങ്ങളോട് കൂടിയാണ് എങ്കിൽ CPMന് എങ്ങനെ വെള്ളാപ്പള്ളിയെ ഇനി പിന്തുണയ്ക്കാൻ കഴിയും എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. പഴയ പോലെ വെള്ളാപ്പള്ളി തൊഗാഡിയായി മാറുമോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം ഇപ്പൊ ഈ വെള്ളാപ്പള്ളി സുകുമാരൻ നായർ പ്രശ്നമാണല്ലോ ഇപ്പൊ ഇന്നത്തെ ചർച്ച. ഞാൻ അതേ പറയുന്നുള്ളൂ. മറ്റേ വിഷയം CPIM വെള്ളാപ്പള്ളി എന്നുള്ള വിഷയം വേറൊരു ദിവസം എടുക്കൂ, എന്നാൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനുള്ള പ്രശ്നം ഞാൻ പറയാം. ഇപ്പൊ ഒരു 100 നായർ വോട്ടുകൾ, ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം നിലയ്ക്ക് പറയുകയാണ്. ഒരു 100 നായർ വോട്ടുകൾ എടുത്തോളൂ. ഇപ്പൊ ഒരു 10 വർഷം മുമ്പുള്ള സ്ഥിതിയല്ല. ഇപ്പൊ ഒരു 100 നായർ വോട്ട് എടുത്താൽ അതില് 40 വോട്ടുകൾ BJPക്ക് ചെയ്യപ്പെടും, 30 വോട്ടുകൾ കോൺഗ്രസിന് ചെയ്യപ്പെടും. ശ്രീ ജയചന്ദ്രൻ, ഫ്രീസാണ് താങ്കൾ, ഓഡിയോ കിട്ടുന്നില്ല. ഞാൻ ഇടപെടുകയല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. സാങ്കേതിക പ്രശ്നമാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഇവിടിപ്പോൾ വെള്ളാപ്പള്ളി എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്ന് അറിയില്ല. പക്ഷേ വളരെ മയപ്പെട്ടാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. ഞാൻ ആദ്യം തന്നെ പ്ലേ ചെയ്ത വീഡിയോയിൽ താങ്കൾ അത് കേട്ടിരിക്കും. എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ. ജയചന്ദ്രനാണോ? അപ്പോൾ എന്താണ് സാധ്യതകളെന്ന് ആരായും മറ്റ് ഉള്ളവരുമായി യോജിച്ചു പോകുന്നതിൻ്റെ സാധ്യത കൂടി അദ്ദേഹം തേടുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നിലയ്ക്കല്ലെങ്കിൽ പോലും മറ്റൊരു നിലയിൽ ഈ ഐക്യ ശ്രമങ്ങളുമായി നായാടി മുതൽ നസ്രാണി വരെയുള്ള മറ്റ് യോജിക്കാൻ പറ്റുന്നവരുമായുള്ള ഐക്യശ്രമം നടന്നാലും UDFന് വിനയാകുമോ? അതോ അതും ഇതുപോലെ പൊളിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നിങ്ങൾ ആ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ എല്ലാ സമുദായങ്ങളും തമ്മിൽ ഐക്യമുണ്ടാവണം എന്ന പക്ഷത്താണ് ഞങ്ങളുള്ളത്. അവർ തമ്മിൽ അങ്ങനെ ഒരു വിയോജിപ്പിന്റെ പേരിൽ ജനിച്ചു വീണ ആളുകളല്ലല്ലോ. നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ആ കാസ്റ്റ് സിസ്റ്റത്തിൽ ജനിച്ച ആളുകളൊക്കെ ഒരു ജാതിയുടെ ഭാഗമായി മാറുന്നു. ആ ജാതിക്ക് പലപ്പോഴും സംഘടനകൾ ഉണ്ടാവുന്നു. ആ സംഘടനകൾ ഉണ്ടാവുമ്പോൾ മറ്റൊരു ജാതിയെ എതിർക്കേണ്ട അല്ലെങ്കിൽ അവർ തമ്മിൽ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർ യോജിപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ യോജിക്കട്ടെ, അവർ യോജിച്ച് മുന്നോട്ട് പോകട്ടെ. അതിന് നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എല്ലാവരും തമ്മിൽ യോജിപ്പുണ്ടാവട്ടെ. ഏത് സമുദായങ്ങൾ തമ്മിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മനുഷ്യ സമുദായം ഒറ്റക്കെട്ടായി മാറട്ടെ. അതല്ലേ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞത്? ഇന്ന് മനുഷ്യർ തമ്മിൽ അകന്നു പോകുന്ന നഫ്രത് കി ബസാർ, വിദ്വേഷത്തിന്റെ ഒരു കമ്പോളമായി കഴിഞ്ഞു. അവിടെ നമുക്ക് സ്നേഹത്തിന്റെ കടകൾ തുറക്കണമെങ്കിൽ എല്ലാവരും തമ്മിൽ ഐക്യം വേണം. ആ ഐക്യം ഉണ്ടാവാൻ വേണ്ടി ആര് മുൻകൈ എടുത്താലും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ അതുമായിട്ട് പരമാവധി ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. അതിൽ യാതൊരു സംശയമുണ്ട. പക്ഷെ അതിന്റെ പേരിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താനോ, ഒരു സമുദായത്തെ മാത്രം വേർതിരിച്ചു കാട്ടാനോ, ഒരു സമുദായത്തെ മാത്രം ഐക്യത്തിൽ ഇല്ലാതാക്കാനോ, ഒരു സമുദായത്തിനെ മാത്രം അറ്റാക്ക് ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് വർഗീയത എന്നാണ്. ആ വർഗീയതയെ ഞങ്ങൾക്ക് എതിർക്കാതിരിക്കാൻ നിർവാഹമില്ല. അതാര് പറഞ്ഞാലും ശരി, ഞങ്ങൾ ആ വർഗീയതയെ ഞങ്ങൾ എതിർക്കും. അവിടെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ചെയ്യുമോ, നാളെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ നിലനിൽക്കുന്നത് ഒരു മതനിരപേക്ഷ കേരളത്തിനാണ്, മതനിരപേക്ഷ ഇന്ത്യക്കാണ്. അതുകൊണ്ട് മതേതരത്വം എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ഒരു ഭംഗവും ഏൽപ്പിക്കാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. അത് നേരത്തെ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച കാര്യങ്ങളിലേക്ക് ശ്രീ ജയചന്ദ്രൻ അഭിവാദ്യം അർപ്പിച്ചതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവാർഡ് അത് ആര് കൊടുത്തു, ആർക്ക് കൊടുത്തു എന്നുള്ളതൊക്കെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ചു കാലമായി എടുക്കുന്ന സമീപനങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കോഴിക്കോട്ടെ നൌഷാദ് മാൻഹോളിൽ മരണപ്പെട്ട നൌഷാദിന്റെ ജാതി തിരിച്ച് അന്നു മുതൽ വർഗീയതയുടെ വിഷം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. മലപ്പുറം ജില്ലയെ പറ്റി പറഞ്ഞതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ
മുന്നോട്ട് പോയേ ഞങ്ങൾക്ക് മതിയാവും. എന്ന് വെച്ചാൽ SNDP യോഗത്തിനോടല്ല വിയോജിപ്പ്. ശരി ശരി. എന്തായാലും ഐക്യം പൊളിച്ചതാണോ അതോ ഈ പത്മ പുരസ്കാര പ്രഖ്യാപനം വഴിതെളിച്ചതാണോ എന്താണ് എന്ന് നമുക്കറിയില്ല. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ വരട്ടെ. ഇതെന്ത് സംഭവിച്ചു എന്നതിൽ ഇനിയും നിഗൂഢതകളുണ്ട്. എന്തായാലും അതിൽ ഒരു ഗുണഭോക്താക്കളാകാൻ പോകുന്നത് എന്തായാലും UDF ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരള രാഷ്ട്രീയത്തെയും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഐക്യത്തിനാണ് എന്തായാലും 8ാം ദിവസം അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഐക്യം പൊളിച്ചത് പത്മഭൂഷൺ പ്രഖ്യാപനമോ എന്നതായിരുന്നു നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 84% പേർ, അല്ല എന്ന് പറയുന്നു 11% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.